പേര് വിഷ്ണുദാസ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ ദത്തമംഗലം സ്വദേശിയാണ്. ഒരു സിസ്റ്റർ മുഖാന്തരമാണ്, എൻ്റെ സിസ്റ്റർ മുഖാന്തരമാണ് ഈ ഒരു ഫിജി കാർഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ പഠനത്തിന് ശേഷം സാഹചര്യം ഒരു വില്ലനായി വന്ന സമയത്ത് ആരുടെയോ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് മേഖലയിൽ ഒരു വർക്കിന് പോവേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഇൻഡസ്ട്രി ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്കിപ്പോൾ ഒരു ലിങ്ക് അയച്ചു തന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇന്നത്തെ ഈ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിന്റെ മാസ്റ്റർ പ്ലാൻ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഷാഹിന മാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു പ്ലാൻ എത്തിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ അധികം പ്രതിസന്ധികളൊക്കെ ഈ ജീവിതത്തിൽ നേരിടേണ്ടി വരും അല്ലെ. അതിനൊക്കെ വലിയൊരു സൊല്യൂഷൻ ആയിട്ട് ഈ ഒരു ഫിജി കാർഡ് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എന്നെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഒരു സ്റ്റുഡന്റോ, ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ, ഒരു പ്രൊഫഷണലോ, ഒരു റിട്ടയർഡ് പേഴ്സണലോ, ഒരു ജീവനക്കാരനോ, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയൊക്കെ ആയിരിക്കും അല്ലെ. ഭാവിയെ കുറിച്ച് വളരെയധികം പ്രതീക്ഷയോട് കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ശരിയായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് അല്ലെ. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നാൽ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇവിടെ കൊടുക്കാതെ, എക്സ്പീരിയൻസ് ചോദിക്കാതെ, മാം പറഞ്ഞ പോലെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കാതെ, നമുക്കൊരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എടുത്തു വെക്കാൻ പറ്റും എന്നുള്ളതാണ്, കാലെടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ വെറും ചെറിയൊരു പർച്ചേസിങ് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ മുമ്പ് എവിടെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ കഴിഞ്ഞ 70 വർഷത്തിലേറെയായി 100-ലധികം രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളെ നിറവേറ്റിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇതിന് വളരെയധികം ഗ്രോത്ത് ഇല്ലാതെ പോയത് 2016 ശേഷം മാത്രമാണ് വളരെ ശക്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ വൈകിയാണ്. മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ 70 വർഷങ്ങളായിട്ട് വളരെ ശക്തമായിട്ട് ഈ ഒരു മേഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ വളരെ വൈകിയാണ് ഇതിനൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനൊരൊറ്റ കാരണമാണ് തൊഴിലില്ലായ്മ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും അവർ പഠിച്ചിറങ്ങുന്ന ആ ഒരു പ്രൊഫഷണലാണോ ചൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരിക്കലല്ല അവരുടെ കിട്ടുന്ന ഒരു ജോലി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് തൊഴിലില്ലായ്മയ്ക്ക് വളരെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പഠനങ്ങൾ തെളിയിച്ചതിലൂടെയാണ് ഗവൺമെന്റ് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ ടാക്സ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗമനത്തിന് നമ്മളൊരു ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയുടെ ഭാഗമാവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മേഖലയെ കൃത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് 2016 ശേഷം ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നതും 2018 ഇതിനെ ഒരു കൺസ്യൂമർ ആക്ടിന്റെ കീഴിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു മേഖലയ്ക്ക് വളരെയധികം ഉണർവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്ക് അഭിമാനിക്കാം, കേരളമാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ആക്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം എന്നുള്ളത്. മാത്രമല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കൃത്യമായിട്ട് മോണിറ്ററിംഗ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം സിസ്റ്റം, അതായത് IAS IPS ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ ഒരു മേഖലയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. റീസെന്റ് പറയുകയാണെങ്കിൽ 2025 ഫെബ്രുവരി 19 നമ്മുടെ പിണറായി വിജയൻ സർക്കാർ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ സംതൃപ്തി കൊടുക്കുന്ന എല്ലാ കമ്പനികളെയും കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു വെബ് പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഒരു വെബ് പോർട്ടലിൽ നമ്മുടെ ഫിജി കാർഡ് എന്നുള്ള ഒരു കമ്പനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല നമുക്ക് സുപരിചിതമായിട്ടുള്ള INTUC, AITUC, STU, CITU തുടങ്ങിയിട്ടുള്ള ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഈ ഒരു മേഖലയെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഇവിടെ വളരെ ഉള്ള സമയത്താണ് വളരെ സ്മാർട്ടായിട്ട് ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൊമേഴ്സിനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഫിജി കാർഡ് കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ
നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഷോപ്പ് ഒന്ന് മാറ്റിക്കൊണ്ട് നമുക്കൊന്ന് ഡിജിറ്റൽ ആയിട്ട് ഈ ഫിജികാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് ആപ്പ് വഴി നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ ഒരു പർച്ചേസിലൂടെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രൊമോഷൻ ആണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ നമ്മളൊരു ഡോക്ടറെ ഒരുപാട് പേരിലേക്ക് പ്രൊമോഷൻ ചെയ്യാറുണ്ട് അല്ലെ. നമുക്ക് അറിയുന്ന ഒരു പ്രൊഡക്റ്റിനെ ഒരുപാട് പേർക്ക് റെഫർ ചെയ്യാറുണ്ട്. നമ്മൾ പോകുന്ന ഒരു ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു സ്റ്റോറിനെ നമ്മൾ ഒരുപാട് പേർക്ക് പ്രൊമോഷൻ ചെയ്യാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബിസിനസിനെ മറ്റുള്ളവരിലേക്ക് പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്ന ജോലി. ഓക്കെ, അത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇവിടെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. മാം പ്ലാൻ പ്രസന്റേഷനിൽ പറഞ്ഞതുപോലെ അത് ഫിസിക്കൽ ആയിട്ടോ ഡിജിറ്റൽ ആയിട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് അനുയോജ്യം ആ ഒരു മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്കത് ശക്തമായിട്ട് ഈ ഒരു ബിസിനസിന്റെ പ്രൊമോഷൻ നമുക്ക് നടത്താം എന്നുള്ളതാണ്. അങ്ങനെ ബിസിനസിനെ കൃത്യമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, നമുക്ക് ഇവിടെ കമ്പനി തരുന്ന വരുമാനം എന്ന് പറയുന്നത് 1, 2, 3 തരത്തിലല്ല, 6 തരത്തിലുള്ള വരുമാനം പ്ലസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ കമ്പനി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് ഫിജികാർട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അത് ആദ്യത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് അല്ലെ. ഇന്ന് ഷാഹിന മാം സെയിൽസ് മാനേജർ ആണ്. മാം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനം കൂടിയാണ് ഈ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്നുള്ള ഉൾപ്പെടെയുള്ള ഒരു വരുമാനം. കാരണം ഒരു സെയിൽസ് മാനേജർ എന്ന കമ്പനിയുടെ 3ാമത്തെ റാങ്ക് മാത്രം എത്തുന്ന സമയം തന്നെ എല്ലാ മാസവും നമുക്ക് ഒരു സ്ഥിര വരുമാനം എന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറാൻ സാധിക്കുന്നുള്ളതാണ്. ഒരു 11,000 മുതൽ 20,000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു വരുമാനം നമുക്ക് എല്ലാ മാസവും നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അത് ഒറ്റയ്ക്കല്ല, ഒരു ടീമിന്റെ വർക്കിലൂടെയാണ് നമുക്കിത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെ കമ്പനി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. മറ്റേത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രീമിയം അല്ലെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രീമിയം പിടിച്ചുകൊണ്ട് മാത്രമായിരിക്കും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് തരികയെങ്കിൽ കമ്പനിയുടെ 3ാമത്തെ റാങ്ക് എത്തിയാൽ ചെറിയൊരു ക്രൈറ്റീരിയ മാത്രം മാച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു 2 ലക്ഷം രൂപയുടെ പ്രീമിയം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കമ്പനിക്ക് ഒരു നോമിനി സിസ്റ്റം ഉണ്ട് അല്ലെ. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷന്റെ സമയത്ത് തന്നെ നിങ്ങളോട് ഒരു നോമിനിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആരെങ്കിലും ഒരാളെ നോമിനി വെക്കാൻ പറ്റും. അങ്ങനെ നോമിനി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3ാമത്തെ റാങ്കിന് എബോവ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സംഭവിച്ചതിന് ശേഷം അല്ലെ നിങ്ങൾക്ക് കിട്ടേണ്ട അതേ വരുമാനം അല്ലെങ്കിൽ അതേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ആരെയാണോ നമ്മൾ നോമിനി വെച്ചത് അവർക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പൊ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് അല്ലെ. ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് അറിയാവുന്നവരിലേക്ക് ഈ ഒരു ബിസിനസ്, അത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങളെ അറിയാവുന്നവരോ നിങ്ങൾ പറഞ്ഞാൽ ഈ ബിസിനസ് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നവരായിട്ടുള്ളവരിലേക്ക് ഈ കൺസെപ്റ്റ് എത്തിക്കുന്ന സമയത്ത് ഒരു ദിവസം 20 രൂപ മുതൽ അല്ലെ പെർ ഡേ ഒരു 20 രൂപ മുതൽ 30,000 രൂപ വരെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഫിജികാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോ ഷാഹിന മാം പ്ലാൻ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈക്ക് ഫണ്ട് എന്നല്ലേ. ഏകദേശം ഒരു 50,000 രൂപയാണ് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്നുള്ള റാങ്കിൽ എത്തുന്ന സമയത്ത് 50,000 രൂപ നമുക്ക് റൈഡർ ഫണ്ട് എന്നുള്ള രീതിക്ക് തരുന്നുണ്ട്. ഏകദേശം 600-ലധികം വ്യക്തികൾ ഈ ഒരു ബൈക്ക് ഫണ്ട് അച്ചീവർ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ 50 ലക്ഷത്തിന്റെ പ്രീമിയം കാർ ഫണ്ട്, 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട് അല്ലെ, അത് ഏകദേശം ഒരു 130-ലധികം ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ കാർ ഫണ്ട് അച്ചീവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ 10 ലക്ഷം രൂപ വർത്തുള്ള ഒരു യൂറോപ്യൻ ട്രിപ്പ്, അത് ഏകദേശം ഒരു 56-ലധികം ആളുകൾ ഈ ഇൻഡസ്ട്രിയിലൂടെ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 12ാമത്തെ റാങ്ക് ആയിട്ടുള്ള നാഷണൽ സെയിൽസ് മാനേജർ ആവുന്ന സമയത്ത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ടാണ്. ഏകദേശം 25-ലധികം ആളുകൾ ഈ ഒരു പ്രീമിയം കാർ ഫണ്ട് അച്ചീവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഹാപ്പി ഹോം ഫണ്ട് അല്ലെ, 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ട് കമ്പനി തരുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് 11-ലധികം ആളുകൾ നമ്മളെ പോലെ സാധാരണക്കാരായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അല്ലെ ഒരു ടീമിന്റെ വർക്കിനൊപ്പം മുന്നോട്ട് പോയപ്പോൾ അവർ നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വരുമാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സംശയം വരിക അല്ലെ, ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ആരാണെന്നുള്ളത്.
വളരെ ക്ലിയർ ആയിട്ട് ഷഹിന മാം ഇന്ന് പ്ലാൻ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞു കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം 163 വർഷമായിട്ട് വളരെ ട്രസ്റ്റബിൾ ആയിട്ട്, അതുമാത്രമല്ല വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പിന്റെ 4ാം തലമുറക്കാരൻ തന്നെയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് ബിസിനസ്സിലാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം അഭിമാനത്തോടെ പറയുന്ന ഈ ഒരു ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നൊരു വ്യക്തി ഒരു വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് മാൻ ആണ് എന്നതിലുപരി വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള ഒരു മനുഷ്യ സ്നേഹിയാണെന്നുള്ളതാണ്. അങ്ങനെ നമുക്കറിയാം, ഈ ഒരു ഇത്രയും വലിയൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ലെ, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഇതിന്റെ വരും വരായികൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ആമസോണിനെ കുറിച്ച് അറിയാം അല്ലെ. ആമസോൺ എന്നുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. പഴയ പുസ്തകം മാത്രം വിറ്റ് തുടങ്ങിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ആമസോൺ എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ജെഫ് ബസോസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെ. അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലും അറിയപ്പെടുന്ന ഒരു നമ്പർ 1 പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന നമ്മുടെ ഏകദേശം 25,000 കോടി രൂപയുടെ ബിസിനസ് ആസ്തിയുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 4ാം തലമുറക്കാരനായിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ അല്ലെ, അദ്ദേഹത്തിന്റെ 20ലധികം ബിസിനസ് കൺസെപ്റ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്ന വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എത്രത്തോളം എവിടെ എത്തിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടാവും അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു വിഷൻ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അടുത്തൊരു 10 വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ഡിജിറ്റൽ റെവല്യൂഷൻ അത് ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യ എന്നും ഒരു കൺസ്യൂമർ രാജ്യമാണ് അല്ലെ, ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ള ഒരു രാജ്യമാണ്. ആ ഒരു ഉപഭോക്താക്കൾ ഉള്ള രാജ്യത്തിലാണ് നമ്മുടെ ഈ ഒരു ഫിജികാർഡ് എന്നുള്ള കമ്പനിയെ സാർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനി നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് തൊഴിലില്ലായ്മയും ഇരിക്കുന്ന ഈ ഒരു രാജ്യത്ത് ഈ ഒരു മേഖലയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് വന്ന എല്ലാ സാധാരണക്കാർക്കും കൃത്യമായിട്ട് ഒരു ട്രെയിനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കുക മാത്രമല്ല, ഈ ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ വിജയിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് കമ്പനി തന്നെ തരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പലർക്കും ഉള്ള ഒരു സംശയം, ഇത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെ. ഒരു സാധാരണക്കാരനാണ് ഈ ഒരു മേഖലയെ കുറിച്ച് തീർത്തും ഒരു വിവരങ്ങളും അറിയില്ല അല്ലെ, ഒരു ഇൻഫർമേഷൻസും ഇല്ല. ഇതിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്കറിയില്ല, ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ എന്നാണോ ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകുന്നത് അല്ലെ, നിങ്ങൾ എന്നാണോ ഈ ബിസിനസ്സിലേക്ക് എൻട്രി അടിക്കുന്നത്, ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെ വിജയിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കമ്പനി തരുന്ന ഫിജിറ്റൽ അക്കാദമി. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും ഈ ഒരു ബിസിനസ്സിലെ എങ്ങനെയാണ് നമ്മൾ ഇതിലെ റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളതും, എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളൊക്കെ നമ്മൾക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരാനും നമ്മളെ പഠിപ്പിക്കാനുമുള്ള ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഇതിന് ആപ്റ്റായിട്ട് പഠിക്കാൻ പറ്റുക, ആ ഒരു സമയത്തിനനുസരിച്ച് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അല്ലെ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് ഈ ഒരു മേഖല എന്താണെന്ന് തീർച്ചയായിട്ടും അറിയില്ല അല്ലെ. ഒരു സ്കാം നടക്കുന്ന പരിപാടിയാണെന്ന് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനുള്ള തെറ്റിദ്ധരിച്ചതെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു മേഖലയ്ക്ക് ഇത്രയും വലിയൊരു സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കാനും നമ്മളിൽ ഒരു പേഴ്സണാലിറ്റി സ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെ നമുക്കൊരു ടീമിനെ ഡെവലപ്മെന്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ബിസിനസ്സിലൂടെ നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വലിയൊരു ഡിജിറ്റൽ റെവല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫിജികാർഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാനുള്ള ഒരുപാട് ഫോർമാലിറ്റീസുകളൊന്നും നമുക്ക് ഇവിടെ ഇല്ല അല്ലെ. നമ്മളോട് ഒരു എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ചോദിക്കുന്നില്ല. ഏതൊരു വ്യക്തിക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഈ ഒരു ഫിജികാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഷാഹിന മാം അല്ലെ, ഒരു അറബിക് ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ രാധ മാം എന്ന് പറയുന്നത് ഒരു സാധാരണ വീട്ടമ്മയാണ്. ഞാനൊരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യണം. ഇങ്ങനെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കും ഏത് തരത്തിലുള്ള വ്യക്തികൾക്കും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിജയിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്.
നമ്മളൊക്കെ ഒരുപാട് എന്താണ് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം, അല്ലെ? ഒരുപാട് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണവരാവാം. എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫിജിക്കാർട്ട് ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെ? അതിന് വേണ്ടത് നമുക്ക് തോൽക്കാൻ ധൈര്യം, അല്ലെങ്കിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വേണം എന്നുള്ളതാണ്. ഇത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് വേണം എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് നാളുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിജിക്കാർട്ടിലൂടെ ഈ ഒരു വലിയൊരു ലക്ഷാധിപതിയോ കോടീശ്വരനായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടിട്ടുള്ള ഈ ഒരു ഫിജിക്കാർട്ടിനുള്ള കൺസെപ്റ്റ്, അല്ലെ, ഇന്ന് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും, പക്ഷെ ഏറ്റെടുക്കുന്നതിലാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിലാണ് നമ്മുടെ വിജയം, അല്ലെ? അപ്പൊ ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക. എന്റെ മുമ്പിലുള്ള എല്ലാവരും, അല്ലെ, നാളുകളിൽ നിങ്ങൾ പക്ഷേ ഈ ഒരു 2026 എന്നുള്ള വർഷത്തിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എടുത്തൊരു തീരുമാനം ഏറ്റവും ഉചിതമാണെന്ന് നാളുകളിൽ നിങ്ങൾ എല്ലാവരും വലിയൊരു ബിസിനസ് വുമണും ബിസിനസ് മാനും ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വൈൻഡ് അപ്പ് സെഷൻ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ വിഷ്ണുദാസ്, സെയിൽസ് ടീം മാനേജർ ഓഫ് ഫിജിക്കാർട്ട്.com. താങ്ക് യു.